നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ആ ചീവീടിനെ പോലെ കരയുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന രന, ഇന്നത്തോടെ നമുക്ക് ചീവീട് രന എന്ന് വിളിക്കാം. കൂടുതൽ വെറുത്തവരുണ്ടോ? കൂടെ അക്ബറിനെയും അമ്മാതിരിയല്ലേ അനുമോലെ ടോർച്ചർ ചെയ്തത്. ഇനി ഞാൻ എന്റെ കുറച്ച് സീനുകൾ കാണിച്ചു തരാം. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ പണ്ട് സീസൺ 4 പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇനി അനുമോളുടെ ഭാഗം ശരിയാണോ? അനുമോൾ ഇപ്പൊ കുറച്ച് ബോൾഡായി, ഇപ്പൊ കരച്ചിലൊക്കെ കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് കളിക്കുന്നു. അതൊരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? നാളെ എന്തൊക്കെയാണ് നടക്കുന്നത്? അനുമോളും ജിസേലും തമ്മിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? ഇവിടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത്, അതായത് LGBTQ കമ്മ്യൂണിറ്റിയും ഈ പറയുന്ന നെവിൻ പുറത്തായി എന്ന് പറയുന്ന വാർത്തകൾ ഒരുപാട് വരുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാനൊരു ചെറിയ ക്ലിപ്പ് ഇവിടെ വെക്കാം. ആ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണുക. ഈ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി സത്യം എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നിയ ഒരു ക്ലിപ്പാണ്. ഞാൻ അവിടെ വെക്കാം. അനുമോള് ഇങ്ങനെ ചെയ്തില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് എന്തുകൊണ്ട് മടക്കി കാറ്റി വെച്ചാലോ കുറെ കണ്ടന്റാക്കാൻ നോക്കുന്നേ. ആണുങ്ങളെ എല്ലാവരും ഇടപാട് കൊടുത്തിട്ട് ഭാര്യമാരെ പറഞ്ഞ ആവശ്യമൊന്നുമില്ല നിനക്ക്. നീ ആരും എടുത്ത ഷോ കാണിക്കാൻ ഡേട്ടി പട്ടി ഷോ, പട്ടികൾ പോലും ഇങ്ങനെ ഒരു ഷോ കാണിക്കില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്തെ കേസ്, ആ ചീവീടിന്റെ സൗണ്ട്, ഈ റന സംസാരിക്കുമ്പോൾ ഒരു ചീവീട് ഇമാതിരി ഒരു ചൊറിയുന്ന ഒരു പെൺകുട്ടിയെ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് കാണിക്കാൻ കാരണം, ഈ അക്ബർ എന്ന് പറയുന്ന ഒരു മാടൻ അക്ബർ എന്ന് പറയും, അവൻ ഈ പറയുന്ന ചൊറിച്ചിലിന്റെ വേറൊരു വെർഷനാണ്. അനുമോളുടെ ബാക്കിലേ നടന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സീസൺ 4 നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ബാക്കിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിനു ശേഷം റിയാസ് സലീം ബാക്കിലേ നടന്ന് ചൊറിഞ്ഞ ഒരു സീനുണ്ട്. അതാണ് എനിക്കിതിൽ ഫീൽ ആയത്. അനുമോൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ള നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ എല്ലാരും കൂടി ഒരു റൂമിൽ അകത്ത് നിൽക്കുന്നു. അവിടെ റന ഏതു സമയവും അനാവശ്യമായിട്ട് ഈ പറയുന്ന ജിസേലിന്റെ മൂട് താങ്ങിയിലാണ്. റനയെ കൊണ്ടാണ് ഈ അക്ബറും ഈ പറയുന്ന നമ്മുടെ അപ്പാനിയും ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. റനയാണ് ഇതിങ്ങനെ ഉറഞ്ഞു തൊള്ളുന്ന റനയാണ്. റനയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അനുമോളാണ്. അനുമോൾ അവിടെ പോയി ചീ 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 കീ എന്നുള്ളൊരു സൗണ്ടാണ്. ചീവീട് തോറ്റുപോകും. അതുകൊണ്ട് തന്നെ നിന്നെ ഈ തൊട്ട് ചീവീട് റന എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. ചീവീട് റന, ആ സൗണ്ട് മാറ്റട്ടെ. അമ്മാതിരി ചൊറിയാണ്. അപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോൾ അവിടെ നിന്ന് എഴിച്ചെത്തിച്ച് അനുമോൾ ആദ്യം ഈ വേറെ സ്ഥലത്ത് പോയിരുന്നു. അവിടെയൊക്കെ സംസാരിക്കും. അവളിങ്ങനെ ഇവരെന്നൊക്കെ വിട്ട് പലയിടത്ത് പോയി ഈ അക്ബറും ഈ പറയുന്ന റനയും ഈ പറയുന്ന അപ്പാനിയും ബാക്കിലേ നടന്ന് ടോർച്ചർ ചെയ്യുകയും ബുള്ളി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അക്ബർ ടപ്പയിനെ കാണുന്നു. അവൾ അവിടെ നിന്ന് എഴിക്കുന്നു. എന്നിട്ട് ഈ അനുമോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അനുമോളുടെ മുഖത്ത് ഇങ്ങനെ വന്നിട്ട് എന്തോ പോടി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ട്രിഗർ ചെയ്യാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി, ഇത്രയും ഉണ്ട്, ഇത്രയ്ക്ക് നിങ്ങൾ പേടിച്ചു തുടങ്ങിയോ അനുമോളെ? ആ വീട്ടിലുള്ള എല്ലാവരും ഇത്രയ്ക്ക് പേടിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ്. ഇത്രയും കാണുമ്പോൾ ഇവര് വിചാരിക്കും ഈ പറയുന്ന അനുമോളിന്റെ വോട്ട് കുറയുമെന്നായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ അനുമോൾ ചെയ്ത തെറ്റ് വരെ പിന്നീട് ആൾക്കാർ മറന്നു പോകുന്നത് ഇവരുടെ ഈ ടോർച്ചറാണ്. അതിനുശേഷം അനുമോൾ നടന്നു വരുമ്പോൾ ബാക്കിലൊരു പട നിന്ന് ഇങ്ങനെ ഈ അനുമോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവള് ഇന്നല്ലെങ്കിൽ ഇതൊരു 100 കരച്ചിൽ കരയാനുള്ള സമയം കഴിഞ്ഞു. അനുമോൾ അവിടെ കരഞ്ഞിട്ടില്ല. അനുമോൾ എന്തെന്ന് പറയാ പിന്നീട് എന്തൊക്കെ ദൈവത്തേക്ക് വിളിച്ച് കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്ക് ശക്തി തരണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് വെളി വന്നിരിക്കുന്നു. അതിന്റെ പേരിൽ അക്ബർ വീണ്ടും വന്നെങ്കിൽ അക്ബർ അവിടെ പാട്ടൊക്കെ പാടി എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാൻ പറ്റുമോ ആ ലെവലിലെല്ലാം വളരെ ചീപ്പായിട്ടുള്ള ട്രിഗർ. കാരണം അത്രയ്ക്ക് അവര് പേടിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ സംഭവങ്ങളല്ല, അവർ ഇങ്ങനെയും ബാക്കിൽ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ വോട്ട് കയറുന്നത് അനുമോളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ അവരുടെ ഗ്രൂപ്പിലുണ്ട്. അത് ജിസേലാണ്. ജിസേലിന് കൃത്യമായിട്ട് പിടികിട്ടി ഇത് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചെയ്തു കഴിഞ്ഞാൽ അവളെ പോസിറ്റീവ് ആവുള്ളൂ, നിങ്ങൾ നെഗറ്റീവ് ആവത്തേ ഉള്ളൂ. അത് വന്ന് ജിസേൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിർത്ത്, അവള് ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട, അവള് എന്നിട്ട് ബസ്സിൽ കഴിവില്ലെങ്കിൽ കഴിവണ്ട, അവിടെ കിടക്കരുത്, ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഇവിടെ ബാക്കിലേക്ക് കിടന്ന് ഇങ്ങനെ ബുള്ളിങ് ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യരുത്, നിങ്ങളെ ക്യാമറയിൽ നെഗറ്റീവ് ആവുള്ളൂ. ഇത് അവളുടെ സ്ട്രാറ്റജിയാണ്. മനസ്സിലായി? അപ്പൊ ജിസേലിന് കളി അറിയാം. ജിസേൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ അത് ഇതൊക്കെ അവർക്ക് അറിഞ്ഞൂടാ.
അവരൊരു അവസരം കിട്ടുമ്പോൾ അല്ലെ ഒരു കുറ്റം കാണുമ്പോൾ എല്ലാവരും കൂടി ഈ പറയുന്ന മാൻപേടയെ ഒരു പറ്റം പുലികൾ ഓട്ടിച്ചിട്ട് കടിച്ച് പറിക്കും പോലെയാണ് ഇവരെല്ലാം കൂടി വന്ന് കടിച്ചു പറിക്കുന്നത്. ഈ പറയുന്ന റെന 5 പൈസയുടെ വിവരമോ ബഹുമാനമോ ഒരൊറ്റ മനുഷ്യരുടെ അടുത്ത് ബഹുമാനമില്ലാത്ത റെന, ചീവീട് തോറ്റുപോകുന്ന സൗണ്ട് ഉള്ള റെന, ഒരു ബുദ്ധിയുമില്ല, ചുമ്മാ കിടന്നിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോളിപ്പം ചെയ്യുന്നത് എന്താണ്? ഞാൻ ഇനി അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ട, ഞാൻ അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അനുമോള് മാറി മാറി നടക്കുകയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ പറയും എന്താണ്, അനുമോള് കിച്ചണിലേക്ക് പോയത് അനുമോള് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്നത് എന്നൊക്കെയാണ് അവിടെയുള്ള വീട്ടുകാരുടെ ഒരു അഭിപ്രായം. സത്യം പറഞ്ഞാൽ ഇന്ന് കിച്ചണിൽ വല്ല കണ്ടന്റും ഉണ്ടായിരുന്നു, ഇന്ന് പുറത്തായിരുന്നു കണ്ടന്റ്. അതായത് അനുമോൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കണ്ടന്റ് ഉണ്ട്. എനിക്ക് യവൻ പറഞ്ഞതുപോലെ, നമ്മുടെ അഖിൽ മാരാറ് പറഞ്ഞല്ലേ, ഞാൻ കൂട്ടുകയല്ല, എന്നിട്ട് ഞാൻ ആൾക്കാരെ കൂട്ടുകയല്ല, ഞാൻ നിൽക്കുന്നിടത്താണ് കൂട്ടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ അനുമോള് കിച്ചണിൽ നിന്നത് കൊണ്ടല്ല കണ്ടന്റ് ഉണ്ടായത്, അനുമോൾ നിൽക്കുന്നിടത്താണ് കണ്ടന്റ് എന്നുള്ളതാണ്. അനുമോളുടെ ബാക്കിലെ കണ്ടന്റിന് വേണ്ടി അവർ പരക്കം പാഴയാണ്. അപ്പൊ ഇവിടെയൊക്കെ വോട്ടായിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യുന്ന അനുമോൾക്കാണ്. ഇനി ഈ ഒരു വിഷയം പറഞ്ഞു വന്നതിന് എന്താണ് വിഷയം? മറ്റൊന്നുമല്ല, ഇന്നലെ ഈ പറയുന്ന കിച്ചണിൽ പിന്നെ ഇവിടെ മാറ്റുന്നു, ഇവിടെ എന്ത് ചെയ്തു, സ്വിച്ച് ചെയ്തിട്ട് അവിടെ റെന ഫാത്തിമയെ കൊണ്ട് കയറ്റുന്നു. അവിടെ തുടങ്ങിയ അടിയാണ്. അനുമോള് വാശി പിടിച്ച് കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇന്ന് രാവിലെ അപ്പോൾ എന്ത് ചെയ്യുന്നു, വെസല് കഴുകാൻ പറയുന്നു, പാത്രം കഴുകാൻ പറയുന്നു. അനുമോൾക്ക് പറ്റില്ല, എനിക്ക് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കഴുകാൻ പറ്റത്തില്ല, ഞാൻ കഴുകാൻ തോന്നുന്നു. അങ്ങനെ രാവിലെ അവൾ പോയി വെസല് പിന്നെ പാത്രമൊക്കെ ക്ലീൻ ആക്കുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നു. പിന്നീട് അനുമോൾ എല്ലാവരും പോയത് വിശന്നു എന്ന് പറഞ്ഞ് കുറച്ച് ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അക്ബർ അവിടെ നിന്നോട്ട് കഴിച്ചോ, അപ്പൊ രാവിലെ താമസിച്ച് ഫുഡ് കഴിച്ചു അല്ലേ. അപ്പൊ നമ്മുടെ അമ്മാതിരി അവിടെ ആഹാരം കഴിച്ചതിന് വരെ ഈ അക്ബർ അവിടെ ഇരുന്ന് ഉമ്മ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഉമ്മ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യമില്ല. അക്ബർ അങ്ങനെയാണ്, ബേസിക് സ്വഭാവം അതാണ്. അപ്പം അക്ബർ പലയിടത്തും എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഉച്ചസമയമായി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നൂറയാണ് ഇതെടുത്തിടുന്നത്. ഈ പറഞ്ഞ അവളുടെ അടുത്ത് പിന്നെ ബസ്സിൽ വന്ന് ക്ലീൻ ആക്കാൻ പറയണം എന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്ത് അഭിയും വന്ന് പറയുന്നുണ്ട്, അവള് ജോലി ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളും ജോലി ചെയ്യാതിരിക്കും. അത് കറക്റ്റാണ്, ഒരാൾക്ക് മാത്രം ജോലി ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും കൂടി വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടാ പറയുന്നത്, നീ ചെയ്തേ പറ്റുള്ളൂ. റെന ഇത് നോക്കിയിരിക്കുക. ആദ്യം വന്ന് നൂറ വന്ന് പറയുമ്പോൾ റെന ഓടിച്ചാടിക്കൊണ്ട് വന്ന് പോയി പാത്രം കഴിവ്. അങ്ങനെ വരെ നമുക്ക് വാശി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിവ്. പക്ഷെ ആ വാശിയുടെ പുറത്ത് ആര് നിന്നു? അനുമോള് നിന്നു. അവര് ഇത്രയും ആൾക്കാർ ബാക്കിൽ വന്ന് ഇത്രയും കിടന്ന് ചാടിയിട്ടും അനുമോള് വിട്ടുകൊടുത്തു. ഞാൻ കഴുകത്തില്ല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ അവൾക്ക് സൗകര്യം വന്നപ്പോഴാണ് അത് കഴുകിയത്. ഇതിനിടയിൽ അപ്പാനി സത്യം പറഞ്ഞാൽ ഒരു തരത്തിൽ അപ്പാനി പാവമാണ്. ഈ അപ്പാനിട്ട് ആദ്യം പോകും, ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ അവിടുത്തെ പറഞ്ഞു, അവള് ചെയ്തില്ല. അപ്പാനി കുറെ എണ്ണം ഇങ്ങനെ ഇളക്കി വിടുന്നുണ്ട്. മെയിനായിട്ട് ഈ പറയുന്ന റെന ആയിക്കോട്ടെ, ഈ പറയുന്ന അക്ബറിന്റെ ഒക്കെ ഇളക്കം, ഈ ഇളക്കത്തിൽ അപ്പാനി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല. അപ്പാനി എന്തൊക്കെ വിളിച്ചു പറയും. ഇവിടെ അപ്പാനിക്ക് പറ്റിയൊരു അബദ്ധം, ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എടാ പോടോന്നുള്ള അപ്പാനി പോടിയെന്ന് വിളിക്കുന്നു. മറ്റേ പിന്നീട് അനുമോള് പോടോന്ന് വിളിക്കുന്നു. അതിനുശേഷം ഇവൻ വീണ്ടും എടി പോടി എന്ന് വിളിക്കുമ്പോൾ അത് നിന്റെ പെണ്ണും പിള്ളയെ വിളിച്ചാൽ മതി എന്ന് അപ്പാനി എടുത്ത് ആര് പറയുന്നു? ഈ പറയുന്ന അനുമോള് പറയുന്നു. അനുമോള് പറയുമ്പോൾ അപ്പാനി തിരിച്ചു പറയുന്നുണ്ട്, നീ പോടാന്ന്, നീ നിന്റെ വീട്ടുകാരെ പോയി വിളിച്ചാൽ മതി എന്ന് അപ്പാനിയും പറയുന്നുണ്ട്. അത് അപ്പാനിക്ക് പെട്ടെന്ന് മറന്നുപോയി. പിന്നെ അപ്പാനി പറയുന്നു, എന്റെ ഭാര്യയെ പറഞ്ഞു, പാവം പിടിച്ച ഭാര്യയാണ്, അതിന്റെ വീട്ടിൽ. അതൊക്കെ ഒരു കാർഡായിട്ട് ഞാൻ കാണും. അതൊക്കെ ഒരു കാർഡാണ്. നമ്മളിപ്പം ഭാര്യനല്ല പറഞ്ഞത്, താങ്കളാണ് പറഞ്ഞത്. താങ്കൾ എന്നെ പോടിയെന്ന് വിളിക്കാതെ താങ്കളുടെ വീട്ടിൽ പെണ്ണുമ്പിള്ളയെ പോയി വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് ഭാര്യയ്ക്ക് എന്തെങ്കിലും, നീ ഇത് പറഞ്ഞ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആയിപ്പോയോ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാർഡായിട്ട് നമുക്ക് കൂടെ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അതിന് മുമ്പ് താങ്കൾ അവരുടെ വീട്ടുകാരെടുത്ത് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ പറഞ്ഞു അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാലോ. അപ്പൊ അതൊരു ചീപ്പായിട്ടുള്ള ഗെയിം ആയിപ്പോയി എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതിനുശേഷമാണ് ഈ പറയുന്ന അക്ബർ കാണിച്ചത്, എന്തിനാ ഞാൻ കാണിച്ചല്ലോ, ഈ സ്ഥാപനമൊക്കെ നടക്കുന്നത്. ഇനി അവിടെ എന്താണ് ഈ ഒരു സംഭവം? നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടല്ലോ, അതായത് ജിസേലിന് വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് നമ്മുടെ നെവിൻ എടുത്ത് കൊടുക്കുന്നു. അവിടെ പിന്നീട് അതിനകത്ത് എന്ത് ചെയ്യുന്നു, വെള്ളം നിറച്ച് വെക്കാന്ന് പറയുന്നു. എന്നിട്ട് അനുമോൾ പോത്ത് പറയും വെള്ളവും പഞ്ചസാരയും ഇട്ട് വെക്കാന്ന് പറയുന്നു. അനുമോൾ പറഞ്ഞ പഞ്ചസാര കുറച്ച് ഉപ്പിട്ട് കലക്കി വെക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ബാത്റൂമിലായിരുന്ന ജിസേൽ വരുമ്പോൾ കാണുന്നു. ജിസേലിന് ഇത് പിടിക്കുന്നില്ല. ജിസേൽ വന്നിട്ട് അവനെ ഫയർ ചെയ്യുന്നുണ്ട്. നീ എന്തിനെ എടുത്ത് കൊടുത്തത്? മറ്റേതെല്ലാം കുറെ എണ്ണം 6 എണ്ണം അവിടെ ഈ പറയുന്ന അടിമകൾ 7 എണ്ണം അവിടെ കിടന്നുകൊണ്ട് പിന്നീട് 20 പ്രാവശ്യം ആ റൗണ്ട് ചെയ്യണം. ആ റൗണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂടി 4-5 റൗണ്ട് ആയിട്ടുള്ളൂ. നാളെ രാവിലേക്കകത്ത് അത് പൂർത്തിയായാലെങ്കിൽ അവർക്ക് ശിക്ഷയും കിട്ടും. കുറെ ഫുഡുകൾ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ,
ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനുമോൾ വന്ന് അനുമോൾ സത്യം പറഞ്ഞാൽ ട്രിഗറായി പൊട്ടി നിൽക്കുകയാണ്. ചുമ്മാ ഇലടി എന്ന് പറഞ്ഞുകൊണ്ട് ജിസൈലിന്റെ അടുത്ത് കയർക്കുന്നുണ്ട്. ജിസൈൽ അവിടെ ഒന്നും മിണ്ടാതെ, ജിസൈൽ തിരിച്ചൊന്നും അടിക്കാൻ പോയി, ജിസൈൽ ഒന്നും മിണ്ടാതെ എന്റെ അടുത്തല്ല പറഞ്ഞെന്ന് പറഞ്ഞ് ജിസൈൽ കിടക്കുന്നു. ജിസൈൽ മറ്റുള്ളവരെ കൊണ്ട് ഇളക്കി വിടുകയാണ്. ജിസൈല് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേസ്, ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യമൊക്കെ വന്നിട്ടും അവളെ വായുന്നൊരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് ഇതുവരെയും വന്നിട്ടില്ല. അത് ജിസൈലിന്റെ ഒരു പ്ലസ് പോയിന്റ്. ഇതുവരെയും വലിയ ഇത് ട്രിഗർ ആയിട്ടും ഇല്ല ഇന്നലെ വരെ. പക്ഷെ നാളെ ട്രിഗർ ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം നാളെ അതുകൊണ്ട് പിടിച്ച് തള്ളിയെന്നൊക്കെ നമ്മൾ അറിയുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടോ. എനിക്കൊരു പിടുത്തം, നമ്മളിതൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളുടെ വിശ്വാസ്യതയിലുള്ള പലതും പറഞ്ഞു തന്നെയാണ് അനുമോളെ പിടിച്ച് തള്ളിയെന്നോ അങ്ങനെ അവരും ഈ പറയുന്ന എന്താണ് പിന്നെ കൺഫഷൻ റൂമിൽ വിളിച്ച് അത് അനുമോൾ തിരിച്ച് പിടിച്ചാൽ അങ്ങനെ എന്തൊക്കെ കേൾക്കുന്നുണ്ട് നാളെ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഇവിടെ കമ്മ്യൂണിറ്റിയുടെ വിഷയം, അതായത് നൂറ ആദില ആ ഒരു വിഷയം, അവരും ഈ പറയുന്ന നെവിനുമായിട്ട് എന്തോ ഒരു കമ്മ്യൂണിറ്റി പരമായിട്ട് ചെറിയ വിഷയങ്ങൾ നടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു, അതിന് അവൻ നിന്നില്ല. അതുമല്ല ഈ കമ്മ്യൂണിറ്റിയിലെ പല ആൾക്കാരും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് നിന്നു എന്നൊക്കെ അറിയുന്നു. ഇപ്പം നെവിനും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ക്രാഷ് ആയെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. നെവിനും ഈ ഒരു പിന്നീട് കമ്മ്യൂണിറ്റി ഉള്ളതാണ്. അപ്പം കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ പലവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പലവരും ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ചർച്ചകൾ നടത്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും നെവിൻ ഹിറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനിൽ എല്ലായിടത്തും എവിടെ ഈ പറയുന്ന പിന്നെ വാട്സപ്പിലായിക്കോട്ടെ, പിന്നെ ഫേസ്ബുക്കിലായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു ന്യൂസ് പരക്കുന്നുണ്ട്. നമുക്കും ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി. ഇനി പോയി കാണുമെന്ന് തന്നെ. ഇനി പോയോ, ഇനി അവിടെ എവിടെയെങ്കിലും സീക്രട്ട് റൂമിലോ മറ്റെവിടെയെങ്കിലും ആക്കിയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അപ്പൊ നാളെ രാവിലെ തൊട്ട് എല്ലാവർക്കും നാളത്തെ ലൈവ് നിന്ന് കത്തും ഇത്. കാരണം ഇത് ഒരുപാട് സമയം ഇത് നീണ്ടു നിന്നു. എനിക്ക് കേട്ടത് ഈ അനുമോളും ജിസൈലും തമ്മിലുള്ള അടിയല്ല ഈ പറയുന്ന പിന്നെ നെവിന് പുറത്താകാൻ കാരണം എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. അനുമോളും ജിസൈലും തമ്മിൽ ഒരു അടി നടന്നിട്ടുണ്ട്, അതൊരു പ്രത്യേക അടിയും. പിന്നെ ഈ കമ്മ്യൂണിറ്റിയും ബേസ് ചെയ്തുള്ള സംഭവം ഇതൊരു പ്രത്യേക വേറൊരു സെക്ഷനിൽ നടന്ന വാക്ക് തർക്കവും ആവാം ഇതിനൊരു കാരണമായി ഭരിച്ചത്. എന്തായാലും നാളത്തെ ലൈവ് കാണാൻ കട്ട വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.